ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ പാഠം പഠിച്ചില്ലെങ്കിൽ ഇനി എന്നാ പാഠം പഠിക്കുന്നത്? 1971 പെട്രോ ക്രൈസിസിൻ്റെ പശ്ചാത്തലത്തിലാണ് അമേരിക്ക ഗൾഫ് രാജ്യങ്ങളുമായി ഒരു കരാർ വയ്ക്കുന്നത്, പ്രധാനമായും സൗദിയും അതുപോലെ തന്നെ യു എയുമായിട്ടും. ലോകത്തെവിടെയും നിങ്ങൾക്ക് ഓയിൽ വിൽക്കാം, പക്ഷേ അത് ഡോളറിലായിരിക്കണം. അപ്പോൾ ആ ഡോളർ നമുക്ക് ഒരുമിച്ച് ഒരു വലിയ ഒരു സംരംഭം കെട്ടിപ്പടുക്കാം. അങ്ങനെ ഡോളറിലേക്ക് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിപണന സാധ്യതയുള്ള സാധനമായ എണ്ണ മാറുന്നു. അതോടുകൂടി നല്ല കാലം തുടങ്ങുന്നു. ലോകത്തിൻ്റെ നാണയമായി ശരിക്കും കുറച്ചുകൂടെ ശക്തമായി ഡോളർ മാറുന്നു. പെട്രോ ഡോളർ എന്നൊക്കെ വിളിക്കുന്ന സാധനമാണ്. അവിടുന്ന് ഇത് കുറേ കാലം ഒരു പ്രശ്നവുമില്ലാതെ തുടർന്നുകൊണ്ട് പോവുകയും പകരം പ്രൊട്ടക്ഷൻ കൊടുക്കുകയും എല്ലാ തരത്തിലുള്ള പിന്തുണ കൊടുക്കുകയും ഗൾഫിലെ മുഴുവൻ രാജ്യങ്ങളുടെയും രാഷ്ട്രീയ സംവിധാനത്തെ അമേരിക്ക കാത്തു സൂക്ഷിക്കുക തൊട്ടിട്ടില്ല. അതേസമയം മറ്റു പലയിടത്തും രാജ്യങ്ങൾ സർക്കാരുകൾ വീഴുന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ജനാധിപത്യ വിപ്ലവം നടത്തുന്നുണ്ട്. വേറെ ഇവിടെ തൊട്ടില്ല. ഇത് വളരെ സ്മൂത്തായിട്ട് പൊക്കോണ്ടിരുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്ന് അമേരിക്കയുടെ വീണ്ടുചാരം തുടങ്ങുന്ന സത്യത്തിൽ ഇപ്പോഴല്ല, 2010 കഴിയുമ്പോഴേക്കും അമേരിക്ക ഗൾഫ് മാറി ചൈനയാണ് നമ്മുടെ ശത്രു എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ഫോക്കസ് ഷിഫ്റ്റ് നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് അഫ്ഗാനിൽ നിന്ന് പിന്മാറാനൊക്കെ ശ്രമിക്കുന്നത്. ആ ഏരിയ മുഴുവൻ അമേരിക്ക വിടുകയാണ് എന്ന മറ്റുള്ളൊരു വലിയ ചർച്ച ലോകത്തുണ്ടായിരുന്നു. ഈ സമയത്താണ് ഗൾഫ് രാജ്യങ്ങൾ ആദ്യമായി അവരുടെ വേൾഡൊരു ഓൾട്ടർനേറ്റീവിനെ കുറിച്ച് ആലോചിക്കുന്നത്. അവിടെയാണ് എബ്രഹാം അക്കോർഡ് ഉണ്ടാകുന്നത്. ഇസ്രായേലിനെയാണ് അവരവരുടെ ഒരു പ്രധാനപ്പെട്ട സഖ്യശക്തിയെ കണ്ടത്. ഒരു കാലത്ത് ആലോചിക്കാൻ പോലും പറ്റാതിരുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് ഇറാനുമായി കൈകോർക്കാം. എബ്രഹാം അക്കോർഡ് പല രാജ്യങ്ങളും ഒപ്പിട്ട് തുടങ്ങി. ചില രാജ്യങ്ങൾ ആലോചിച്ചു തുടങ്ങി. ഇത് വേറെ തരത്തിലുള്ള ഒരു പാരഡൈം ഷിഫ്റ്റ് സംഭവിക്കുകയായിരുന്നു ഗൾഫിൽ. അമേരിക്ക ഗൾഫ് ഉപേക്ഷിക്കുകയാണ്. അമേരിക്കയ്ക്ക് സത്യത്തിൽ ലോകം ഇലക്ട്രിക് കാറുകളിലേക്കും ഊർജ്ജത്തിൻ്റെ മറ്റ് സ്രോതസ്സുകളിലേക്ക് വരികയും അമേരിക്ക എണ്ണയിൽ സെൽഫ് സഫിഷ്യൻ്റൊക്കെ ആയതുകൊണ്ട് ഇത് വലിയ പ്രശ്നമല്ല, പിന്നെ ഇത് ആവശ്യമില്ലാത്തൊരു ബേർഡനാണെന്നൊരു ചിന്ത വരുമ്പോഴാണ് ഗൾഫ് രാജ്യങ്ങൾ സ്വന്തമായി സൈന്യങ്ങളെ സജീവമാക്കാനും ഇപ്പോൾ ഗൾഫിലെ ചില രാജ്യങ്ങൾ മറ്റ് ചില രാജ്യങ്ങളിലെ തീവ്രവാദ സംഘങ്ങളെ ഫണ്ട് ചെയ്യുന്ന അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിനിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. ഇറാൻ്റെ കയ്യിൽ നിന്ന് സൈനിക സഹായം തേടുക, ഇറാൻ്റെ കയ്യിൽ നിന്ന് എല്ലാ പിന്തുണയും നേടുക. ഇതാണ് സത്യത്തിൽ ഗസയിലെ ആദ്യം ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുകയും തിരിച്ച് ഗസ ആക്കണമെന്നുകൊണ്ട് ഇത് പൊളിയുകയാണ് ചെയ്തത്. സത്യത്തിൽ ഇത് ഇറാൻ്റെ ബുദ്ധിയാണ് എന്നൊക്കെ അന്ന് വളരെ വലിയ ചർച്ചയുണ്ടായിരുന്നു. ഈ എബ്രഹാം അക്കോർഡിൻ്റെ ആ സീരീസ് പൊളിക്കുകയാണ്. ഇപ്പോൾ അത് പൂർണ്ണമായും പൊളിഞ്ഞു. അപ്പോൾ ഇനി ഗൾഫ് രാജ്യങ്ങൾക്ക് ആരാണ് രക്ഷ?